ഡിവൈഎഫ്ഐക്ക് ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്. നമസ്കാരം. പിണറായി വിജയന്റെ പോലീസ് വെറും പരാജയമാണെന്ന് ഡിവൈഎഫ്ഐ സമ്മതിക്കുക മാത്രമല്ല അത് പരസ്യമായി ആളുകൾ ബോധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വിശദമായി പറയാം. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ വെച്ച് ഒരു വിദ്യാർത്ഥി ബസ് ഇറങ്ങുന്നതിനിടയിൽ ബസ് പെട്ടെന്ന് നിർത്താതെ വിട്ടുപോയി. അപ്പൊ പെട്ടെന്ന് വിദ്യാർത്ഥി താഴെ വീണ് വിദ്യാർത്ഥിക്ക് കാര്യമായ അപകടമൊന്നും പറ്റിയില്ല. പക്ഷെങ്കിൽ ബസ് നിർത്തിക്കൊടുക്കാതെ സ്ലോ ചെയ്ത് ആ പയ്യൻ ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ തന്നെ ബസ് പെട്ടെന്ന് വിട്ടുപോവുകയാണ് ഉണ്ടായത്. വീഡിയോ ദൃശ്യങ്ങൾ നമുക്കത് കാണാൻ കഴിയും. പക്ഷെങ്കിൽ ഇതിന് ശേഷം നടന്നതാണ് ഒരു വളരെ നാടകീയമായ ഒരു രംഗമാണ് ഇതിന് ശേഷം നടന്നത്. ഇന്നലെ ഒരു കൊച്ചിനെ വണ്ടി നിർത്താൻ പേടിച്ചിട്ട് പോയില്ലേ? അപ്പൊ ഒരു ചായ കുടിച്ചേക്ക് വന്നാ എടാ ചായ കിട്ടാൻ വിളിക്ക് കൊടുക്കാനായിട്ട് മോനെ ഇറങ്ങിയോ? അതായത് ഡിവൈഎഫ്ഐയുടെ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ബസ് തടയുകയും, അതായത് മുഴുവൻ ആളുകൾ ഇരിക്കെ, ഈ ബസ്സിൽ നിറയെ ആളുകൾ ഇരിക്കെ ഈ ബസ് തടയുകയും, അത് മാത്രമല്ല നല്ല ചൂട് കാപ്പി കൊണ്ടുവന്ന് ഈ ബസിന്റെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും കൊടുത്തു. അത് ഊതി കുടിച്ചതിന് ശേഷം പോയാ മതി എന്ന ഭീഷണിയുടെ രീതിയിലാണ് അവർ പറഞ്ഞത്. കഴിഞ്ഞ കുറെ നാളുകളായി പ്രൈവറ്റ് ബസ്സുകാര് വളരെയധികം അമിത വേഗത്തിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് ഇന്നലെ മൂവാറ്റുപുഴ ബ്ലോക്ക് കവലയില് എറണാകുളത്ത് നിന്ന് പഠിത്തം കഴിഞ്ഞു വന്ന ഒരു വിദ്യാർത്ഥി ബസ്സുകാർ അശ്രദ്ധമായി വണ്ടി ഓടിച്ചെന്ന് മാത്രമല്ല ബസ് നിർത്തിക്കൊടുക്കുന്നു എന്ന വ്യാജേന ബസിന്റെ ഓട്ടോമാറ്റിക് ഡോർ തുറന്ന് ആ വിദ്യാർത്ഥി ഇറങ്ങുന്നതിന് മുമ്പ് വണ്ടി എടുത്തതിന്റെ ഫലമായി ആ വിദ്യാർത്ഥി റോട്ടിൽ വീണ് പരിക്കുൾപ്പെടെ കേൾക്കുന്ന അവസ്ഥയുണ്ടായി. ഇതിങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുവന്നപ്പോഴാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ വേറെ വണ്ടി തടയുന്നതിനോ അക്രമ മാർഗങ്ങൾക്ക് ഒന്നും പോയിട്ടില്ല. ഞങ്ങൾ ചെയ്ത ഒരൊറ്റ പരിപാടി മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ അമിത വേഗത്തിൽ ഓടുന്ന ആളുകൾ അവരുടെ അമിത വേഗം കുറയ്ക്കുന്നതിന് വേണ്ടി കച്ചേരി താഴത്ത് ബസ് നിർത്തി അവർക്ക് ഒരേ ഗ്ലാസ് ചായ കൊടുത്ത് ആ ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന സമീപനമാണ് ഡിവൈഎഫ്ഐ എടുത്തിട്ടുള്ളത്. ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കെ പോലീസുകാർ വരുന്നുണ്ടായിരുന്നു. പക്ഷെ പോലീസുകാർ ഇത് കണ്ട് നോക്കി നിൽക്കുകയാണ് ചെയ്തത്. സംഭവം അല്പം വൈറലായി. സോഷ്യൽ മീഡിയകളിലും ന്യൂസ് ചാനലുകളിലും എല്ലാം ഇത് വലിയ ഒരു വാർത്തയായി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ബസ്സുകാർ ചെയ്ത ആ തെറ്റാണ്. അത് ചോദ്യം ചെയ്യേണ്ടത് നിയമപാലകരാണ്, പോലീസുകാരാണ്. പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന അതേ പോലീസ് തന്നെയാണ് ഇത് അന്വേഷിക്കേണ്ടതും തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി എടുക്കേണ്ടതും. ഈ പോലീസിൽ യാതൊരു വിശ്വാസവും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഡിവൈഎഫ്ഐക്കാര് ഈ വണ്ടി തടയുകയും ബസ് തടയുകയും അതിലിരിക്കുന്ന യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ബസ് തടയുകയും ഈ കണ്ടക്ടറെയും ഡ്രൈവറെയും ഭീഷണിപ്പെടുത്തുകയും ചൂട് കാപ്പി കുടിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. പോലീസ് പാടെ പരാജയമായതുകൊണ്ടാണല്ലോ ഡിവൈഎഫ്ഐക്കാർക്ക് ഈ കാര്യം ചെയ്യേണ്ടി വന്നത്. സ്വന്തം നേതൃത്വം അല്ലെങ്കിൽ സ്വന്തം പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തെ പോലീസ് ഇത്രയേറെ മോശമായ ഒരു അവസ്ഥയിലാണെന്ന് അവർക്ക് പോലും ബോധ്യമായി. പോലീസിന് എന്ത് വൃത്തികെട്ട രീതിയും ചെയ്യാം, പോലീസിന് ആർക്കെതിരെയും എന്ത് കേസും എടുക്കാം, അതിന്റെ തെളിവൊന്നും ഒരു ബാധകമേ അല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് കൃത്യമായ തെളിവ് അടക്കമുണ്ട്. ഈ CCTVയിൽ ആ പയ്യൻ ആ ബസ്സിൽ നിന്ന് വീഴുന്നതും ബസ് നിർത്താതെ പോകുന്നതും എല്ലാം ഉണ്ട്. അതിനകത്ത് ഡിവൈഎഫ്ഐക്കാർക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു. ഇവർക്ക് എന്ത് പരാതി ആ പോലീസ് സ്റ്റേഷൻ എഴുതി കൊടുക്കാമായിരുന്നു. ഇന്ന ബസ് ഇന്ന സമയത്ത് വരുന്ന ഈ ബസ്സിൽ നിന്ന് ഒരു കുട്ടി താഴെ വീണു, അത് ശ്രദ്ധിക്കാതെ ബസ് വിട്ടു, അവർക്കത് നടപടി എടുക്കണം എന്ന് ആവശ്യപ്പെട്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി. ഇതൊന്നും ചെയ്യാതെ വെറും പട്ടിഷോയുമായിട്ടാണ് ഡിവൈഎഫ്ഐ ആ ഒരു മേഖലയിലേക്ക് കടന്നു പോകുന്നതും അവിടെ നാട്ടുകാർ നോക്കി നിൽക്കെ അവർ ഈ കാണിച്ച കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയതും. ഇനി ഇതിന്റെ ഒരു മറുവശമുണ്ട്. ഇതൊരു KSRTC ആയിരുന്നെങ്കിലോ? ഇത് പ്രൈവറ്റ് ബസ് ആയിരുന്നുകൊണ്ടാണല്ലോ ഡിവൈഎഫ്ഐ അത് തടഞ്ഞതും ഈ വണ്ടിക്കാരനെ തിളച്ച കാപ്പി കുടിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അതേസമയം അതൊരു KSRTC ആയിരുന്നെങ്കിൽ ഡിവൈഎഫ്ഐക്കാരൻ ഈ ഷോ ഒക്കെ നടക്കുമായിരുന്നോ? ഇവരെതിരെ കേസെടുക്കത്തില്ലായിരുന്നോ? ഇവരെതിരെ നിയമ നടപടി ഇവരുടെ പോലീസ് തന്നെ, ഇവരുടെ സർക്കാർ തന്നെ എടുക്കത്തില്ലായിരുന്നോ? അപ്പം ഇതൊക്കെ ആകാവുന്നവർക്ക് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ തങ്ങൾക്ക് അധികാരമുള്ളത് കൊണ്ട് ഇതൊക്കെ ചെയ്യാം, ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാം എന്ന ധാർഷ്ട്യം കൂടിയല്ലേ? ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ ഇവർ ഈ ചെയ്തുകൊണ്ട് എന്ത് സന്ദേശമാണ് ഇവർ നൽകുന്നത്? വളരെ തെറ്റായിട്ടുള്ള ഒരു സന്ദേശവും വളരെ ഇവരുടെ സർക്കാർ മോശമാണ്, ഇവരുടെ മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള അല്ലെങ്കിൽ ഇവരുടെ ആഭ്യന്തരമന്ത്രിക്ക് കീഴിലുള്ള പോലീസ് വളരെ
മോശമാണെന്നും അവരെ കൊണ്ട് യാതൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നും വിളിച്ചു പറയുകയല്ല ഇവർ ചെയ്തത്. ഇതിനകത്ത് എന്ത് ഹീറോയിസം ആണുള്ളത്? ഇവർക്ക് എന്തുകൊണ്ടൊരു നടപടി ഈ ഒരു പോലീസ് ഒരു പരാതി കൊടുക്കാൻ കഴിഞ്ഞില്ല? ഇതേ സമയം ഒരു KSRTC ആണെങ്കിൽ ഇവർ ഇത് ചെയ്യുമോ? ചെയ്യത്തില്ല, ഒരിക്കലും ഇവർ ചെയ്യത്തില്ല. അപ്പം ഇതൊക്കെ ഒരു പട്ടിഷയുടെ ഭാഗമാണ്. ബസ്സുകാരെ ചെയ്ത തെറ്റിന് കൃത്യമായി പോലീസാണ് അവിടെ നടപടി എടുക്കേണ്ടത്. ആ ഡ്രൈവർക്കെതിരെയും അല്ലെങ്കിൽ അശ്രദ്ധമായി ആളെ ഇറങ്ങുന്നതിനെതിരെ ഇറങ്ങിയപ്പോൾ ബെല്ലടിക്കുകയൊക്കെ ചെയ്ത ആ കണ്ടക്ടർക്കെതിരെയൊക്കെയാണ് നടപടി എടുക്കേണ്ടത്. ഇത് ഡിവൈഎഫ്ഐക്കാരൻ വന്ന് അവന്റെ ഒരു ഷോ കാണിച്ച് അവരൊരു പട്ടി ഷോ ഒക്കെ കാണിച്ചിട്ട് പോയി. KSRTC ആയിരുന്നു ഒരിക്കലും ഇവരെ ചെയ്യത്തില്ലായിരുന്നു. കാര്യം നാളെ കേസ് വരുമെന്ന് ഇവനും അറിയാം, അല്ലെ? അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്തരം ഷോകളിലൊന്നും അല്ല. നിയമമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. സ്വന്തം സർക്കാരിന്റെ പോലീസ് വളരെ മോശമാണെന്ന് വിളിച്ചു പറഞ്ഞ ഡിവൈഎഫ്ഐക്ക് ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്.